ഞാൻ പ്രിയങ്ക. വെൽക്കം ടു ഗിൽറ്റി മോം. അപ്പോൾ ഞാനൊരു റെഗുലർ ടെക്കി മോമാണ്. വർക്കിംഗ് ഒഫീഷ്യലി അൺഒഫീഷ്യലി ഇൻ ബാംഗ്ലൂർ, പക്ഷെ ഒഫീഷ്യലി സെറ്റിൽഡ് ഇൻ വയനാട് എന്ന് പറയാം. അപ്പോൾ ആൻഡ് മോം ടു എ ബ്യൂട്ടിഫുൾ 16 month old ബേബി ഗേൾ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് സർക്കിൾ തന്നെ ഇപ്പം ഹസ്ബൻഡിന്റെ സൈഡിലായാലും എൻ്റെ സൈഡിലായാലും നമ്മൾക്കാണ് ഒരു ഫസ്റ്റ് ബേബി ഉണ്ടാവുന്നത്. അപ്പോൾ പല കാര്യങ്ങളും നമുക്ക് റിലേറ്റ് ചെയ്യാൻ വേറെ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇൻഫർമേഷൻ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ കുറേ ബുക്സ് വായിച്ചു, പിന്നെ കുറേ വീഡിയോസ്, പിന്നെ അതുപോലെ ഒഫീഷ്യലി ChatGPT വരുന്നതിന് മുന്നേ ഗൂഗിൾ ആയിരുന്നല്ലോ, അപ്പോൾ ഗൂഗിളും അങ്ങനെയൊക്കെ ചെയ്തിട്ടായിരുന്നു പല സാധനങ്ങളായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ട് ഗ്രൂപ്പിൽ അവരെപ്പോഴും പറയുന്നു ഒരു ടെസ്റ്റ് സബ്ജക്റ്റ് എന്നുള്ള രീതിയിലായിരുന്നു നമ്മളെപ്പോഴും മാർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന പേർക്ക്, അതായത് ബാക്കി പേര് പ്രഗ്നൻസി ജേർണി ആയാലും അവരുടെ ഒരു എന്താ പറയുക ബേബി ആയിട്ടുള്ള ജേർണി ആയാലും പലപ്പോഴും എന്നെ വിളിച്ച് പല കാര്യങ്ങൾ അവർ ചോദിക്കുമായിരുന്നു. അല്ല, ബേബിയുടെ ഡയപ്പർ ഏത് ഡയപ്പറിനാണ് നമുക്കിപ്പോൾ റാഷസ് ഇല്ലാതിരിക്കുക, അല്ല നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു, ഉറക്കമില്ലായ്മ, അല്ല ടീത്തിങ്ങിന്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾക്ക് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ആ ഒരു തോട്ട് പ്രോസസ്സിനാണ് പിന്നെ വിചാരിച്ചത് എന്തുകൊണ്ട് ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തുകൂടാ എന്നുള്ളത്. അപ്പം അതായിരുന്നു. അപ്പം ഈ ചാനലിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്താ പറയുക, നമ്മുടെ ബേബി ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ബേബി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, പിന്നെ ഓഫ്കോഴ്സ് മദർഹുഡ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഈസി എക്സ്പീരിയൻസ് ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എന്താ വെച്ചാൽ നമുക്ക് പല ഹാപ്പി മൂമെന്റ്സ് ഉണ്ടായിട്ടുണ്ട് ആസ് എ ഫാമിലി, ആസ് എ മോം. പക്ഷെ അതേ കൂടെ തന്നെ പല മെൽഡൗൺസ് ഉണ്ടായിട്ടുണ്ട്. അതായത് പലപ്പോഴും നമുക്ക് ഈ സ്ലീപ്പൊന്നും ഇല്ലായ്മയും അതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക പല കാര്യങ്ങളും നമുക്ക് കുറച്ച് ഗിൽട്ട് തോന്നിയിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ഞാൻ ചെയ്യുന്നത് മതിയോ, അല്ലെങ്കിൽ എന്താ പറയുക ഇന്നിപ്പം ഇത്രയേ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, അത് മതിയോ, ഇനി അത് എഫക്റ്റ് ചെയ്യോ, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് അങ്ങനെയും തോന്നിയിട്ടുണ്ട്. അപ്പം എനിക്കുണ്ടായ ഒരു തോട്ട് പ്രോസസ്, അല്ലെങ്കിൽ ആസ് എ ഫാമിലി നമുക്കുണ്ടായ ഒരു തോട്ട് പ്രോസസ്സ് ബാക്കിയുള്ളവരും ചിലപ്പോൾ ഇതേപോലെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവാം എന്നുള്ള രീതിയിൽ. അപ്പം നമ്മുടെ ഈ ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത് നമുക്കുണ്ടാകുന്ന എക്സ്പീരിയൻസ്, ഫൺ മൂമെന്റ്സ് ആയാലും ഹാപ്പി മൂമെന്റ്സ് ആയാലും ഇനിയിപ്പം ഇതേപോലെയുള്ള മെൽഡൗൺ മൂമെന്റ്സ് ആയാലും അത് ഷെയർ ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതേകൂടെ ബേബിയുടെ ഇപ്പോൾ ഡയറ്റ് പ്ലാൻ ആയാലും എനിക്ക് ഉണ്ടാവുന്ന ഒരു ഡേ ടു ഡേ എക്സ്പീരിയൻസും, അപ്പോൾ അതൊക്കെ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം വൺസ് അഗൈൻ വെൽക്കം ടു ഗിൽറ്റി മോം and stay tuned for more content and thank you.